നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും അതേ സുഖമായിട്ടിരിക്കാം കേട്ടോ. ഈ കാണുന്ന ഹാങ്ങിങ് പ്ലാന്റ് പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ? ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട്. ഇതിൽ 3 പ്ലാസ്റ്റിക് ജാർസാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് കോഫി, ടീ, ഷുഗറൊക്കെ സ്റ്റോർ ചെയ്യത്തില്ലേ, അത്രയിലെ ജാറാണ് കേട്ടോ. ഈ ജാർസ് ഞാൻ എടുക്കാൻ കാരണം പുതിയത് മേടിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പഴയത് കൊണ്ട് എന്നാൽ പിന്നെ കളയണ്ട, എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിലിടുന്നില്ല കേട്ടോ. കാരണം നൈഫ് ചൂടാക്കി, അതായത് കത്തി ചൂടാക്കിയാണ് ഞാനിത് കട്ട് ചെയ്തത്. കാരണം പ്ലാസ്റ്റിക് ഇച്ചിരി കട്ടിയുള്ളതായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇടുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുഞ്ഞുങ്ങളെല്ലാം സ്കൂൾ അവധിയായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. എങ്ങാനും വീഡിയോ കണ്ടിട്ട് പരീക്ഷിച്ചാലോ എന്ന് സത്യത്തെ എനിക്ക് പേടിയാണ് കേട്ടോ. 2 ജാസായിരുന്നു ആദ്യം കട്ട് ചെയ്തത്. പിന്നെ മൂന്നാമത്തതും കൂടെ കട്ട് ചെയ്തെടുത്തോട്ടോ. മൂന്നാമത്തെ എൻ്റെ ചൂടുകൂടെ കട്ട് ചെയ്തു. കാരണം നടുക്ക് കൊടുക്കാനായിട്ടാണ്, മൂന്നൂടെ കണക്ട് ചെയ്ത് വരാനായിട്ട്. 2 ആകുമ്പോൾ അത്രയ്ക്ക് നീളം ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 കണക്ട് ചെയ്യാൻ ഞാൻ MC കേട്ടോ യൂസ് ചെയ്യുന്നത്. ചെടി നടുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അന്നേരം മണ്ണും ചെടിയും വെള്ളമൊക്കെ വരുമ്പോഴേക്ക് ഇത് പൊട്ടിപ്പോരുന്നല്ലോ, അതുകൊണ്ടാണ് MC കൊണ്ട് തന്നെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിനു മുന്നേയും MC കൊണ്ട് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസിലാണ് അതുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്താൽ ആ വീഡിയോ കാണാം. MC കൊണ്ട് 3 പോട്ടും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലും ഷാർപ്പായിരിക്കുന്ന എഡ്ജസൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ കൈയൊക്കെ കൊണ്ട് നമ്മൾ ചെടി നടുമ്പോഴും കൈ കൊണ്ട് മുറിയും, അല്ലെങ്കിൽ ചെടി വളർന്നു വരുമ്പോൾ ചെടിയും ഒടിഞ്ഞു പോകുക അതിൻ്റെ പുറമേ കൊള്ളുമ്പോൾ. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു 3-4 ദിവസം മുമ്പ് കയ്യിലൊരു മുറിവ് പറ്റി കേട്ടോ. അതാണെങ്കിൽ പുറമേ നോക്കുമ്പോൾ ഉണങ്ങിയതുപോലെ ആയിരിക്കുന്നത്. പക്ഷെ കൈ എവിടെയെങ്കിലും തട്ടുമ്പോൾ വീണ്ടും അതേ നിന്ന് ബ്ലഡ് വരുന്നു. അപ്പോൾ ഇനി ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സർജിക്കൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് ഈ ലോകത്തെ വേറൊരു ഗ്ലൗസും എൻ്റെ ഈ ചെറിയ കൈക്ക് ഓക്കെ ആവത്തില്ല. സർജിക്കൽ ഗ്ലൗസ് മാത്രമാണ് എനിക്ക് പറ്റുന്നത് കേട്ടോ. ഞാൻ ഇക്രൂനെയും കുളിപ്പിക്കാൻ പോലും സർജിക്കൽ ഗ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ആൻഡ് ത്രൂ ആണെന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പം തന്നെ ഇത് കീറിപ്പോവുമല്ലോ. ഞാനതുകൊണ്ട് ഈ 100 പീസ് വരുന്ന ബോക്സ് ആട്ടോ മേടിച്ച് വച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ പുറമെ ഇത് കുറച്ച് നല്ല ഫിനിഷിംഗ് ഉള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിന് പുറമെ പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുത്തേക്കാവുന്ന. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തേച്ച് അതിൻ്റെ പുറമെ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് നന്നായിട്ട് അതിൽ പിടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻറ്റ് പിടിക്കുകയല്ല. ഞാൻ അതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ എല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നു. ഇനി ഇതിൻ്റെ പുറമെ പെയിൻറ്റ് ചെയ്യുവാണ്. ഞാനൊരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തു. എനിക്ക് വേണ്ടുന്ന കളറ് നോർമൽ യെല്ലോ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ യെല്ലോയും ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഇപ്പോൾ ഇതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. യെല്ലോ മാത്രമല്ല കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്, ഇതിൽ ഞാൻ ഗ്രീനും കൂടെ മിക്സ് ഗ്രീനും യെല്ലോയും കൂടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന ഈ ഷെയ്ഡ് യെല്ലോ, ഗ്രീൻ, വൈറ്റ് മിക്സ് ചെയ്തതാണ്. അതല്ലാതെ തന്നെ ലീഫിൻ്റെ കളറ് വരുന്ന ഗ്രീനും കൂടെ ഒന്ന് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു കുറച്ചുകൂടെ ഒരു ചന്തം വരാൻ വേണ്ടി, ആ ബാമ്പുവിൻ്റെ ഒരു ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നോക്കാം എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഒരു രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ബാമ്പുവിൻ്റെ ഇന്നൊരു പ്രോപ്പർ ഷേപ്പൊന്നും വന്നിട്ടില്ല എങ്കിലും ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്. ഇതുപോലാണ്. അപ്പം ഞാൻ ഇത് ഹാങ് ചെയ്യാനാണ്, വീട്ടിനകത്ത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മണ്ണ് നിറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ MC കൂടെ ഒട്ടിച്ചിട്ട് ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പം മണ്ണ് നിറച്ച കൂടുതൽ വെയിറ്റ് ആകും. അതുകൊണ്ട് ചകിരിച്ചോറ് നിറച്ച് മണി പ്ലാന്റ് നടാനാട്ടോ പോകുന്നത്. ഇപ്പോൾ വീട്ടിന് പുറമെ
ഹാങ്ങിങ് പോട്ടിൽ ചെടി നടാൻ പേടിയാണ്, കാരണം എന്തെങ്കിലും ഇഴജന്തുക്കൾ കയറി ഇരുന്നാലോ എന്ന് കരുതിയപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ചെടി വളർത്തി അകത്ത് തന്നെ നടാനാണ്, അകത്ത് തന്നെ ഹാങ് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ മണി പ്ലാന്റ് നടുന്നത് അകത്ത്, ഇൻഡോർ കുറച്ചുകൂടി ഈസി ആയിട്ട് വളരുന്നത് അതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും. ബൈ.